ഇപ്പോൾ ഈ റീലെടുത്തതിൽ ഇപ്പോൾ ദാസരൻ ചെയ്തതിൽ ആ ഒരു റണ്ണിങ് ഇപ്പം കടൽ തീരത്തൂടെ ഇങ്ങനെ ഓടി വരുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഞങ്ങൾ കമൻസ് നോക്കുന്ന സമയത്ത് ഇപ്പം നെഗറ്റീവ് കുറച്ച് പേരുടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ റീൽസിൽ ഇങ്ങനെ ദാസേട്ടൻ്റെ എന്താ പറയുക സ്ലോ മോഷനിലെ ഓടി വരവൊക്കെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടി റീലിന് വേണ്ടിയിട്ട് എത്ര ഇതിന് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ? എന്നെ സംബന്ധിച്ച് ഞാൻ റീൽസിലാണ് അധികം എഫേർട്ട് എടുക്കുന്ന ആളല്ല. ഞാനൊരു 5 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഉള്ള ആളാണ്. എനിക്ക് റീൽസ് ഞാനങ്ങനെ ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്യും റീൽസ് എടുക്കാൻ പോകുമ്പം. പിറ്റേ ദിവസം രാവിലെ നമ്മളെ കോസ്റ്റ്യൂം നമ്മൾ നോക്കും, രാവിലെ റീൽസ് എടുക്കും. അതിന് മാത്രം ഡയലോഗ് സീനൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ലിപ്പൊക്കെ കറക്റ്റാക്കി നമ്മൾ ബുദ്ധിമുട്ട്. പാട്ട് സീനിൽ നമുക്കങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല, നമ്മൾ റിയലായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് 2.5 മണിക്കൂറാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത റീലാണത്. ഒരു 2.5 മണിക്കൂറാണ് ഡ്രോൺ ഷോട്ട് ഉൾപ്പെടെ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് എനിക്ക് മെനക്കെടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ അഭിനയിച്ചു, അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടി, അത്ര മാത്രം. ഇപ്പോൾ രേണുവായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇതല്ലാണ്ട് ഇപ്പോൾ നോർമലായിട്ട് റീൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് വരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ? ഇല്ലല്ല, ഞാൻ രേണു ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആദ്യം നമ്മൾ ഒരു റീൽ നമ്മൾ മൊബൈലൊക്കെ എടുക്കുന്നത് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി രേണുവിൻ്റെ കൂടെ നമ്മൾ റീൽ എടുക്കണം, അത് നല്ല റീലായിരിക്കണം. രേണു ആദ്യമായിട്ട് ഒരാളെ കൂടെ റീൽസ് എടുക്കുക, പുറത്തേക്ക് വരികയാണ്. സ്വന്തമായിട്ട് മൊബൈൽ വെച്ച് വീട്ടിൽ നിന്ന് എടുക്കുന്ന റീൽ ഉപരി വേറെ ആളെ കൂടെ എടുക്കുന്ന, പേരൻ്റെ കൂടെ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ആവുന്ന സ്ഥിതിക്ക് നല്ല രീതിയിലാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ക്യാമറയും കാര്യങ്ങളും സെറ്റാക്കി എടുത്താണ്. അല്ലാതെ നമുക്ക് മൊബൈൽ വെറുതെ പിടിച്ചിട്ട് പാട്ട് പാടിയാൽ ഈ ഒരു റീച്ച് ഉണ്ടാവില്ല. നമ്മൾ സിനിമാറ്റിക് ഇത്, അതാണ് ഡിബിൻ്റെ മണ്ണെന്നെ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. സിനിമാറ്റിക് റീലാണത്. അത് ചെരിച്ചിട്ട് ഹൊറിസോണ്ടലാണ് റീൽ, നിങ്ങൾ കണ്ടാവും. അത് സിനിമാറ്റിക്കാണ്. എങ്ങനെ സിനിമയിൽ നമ്മൾ ഷൂട്ട് അതേപോലെ എടുത്തത്, വെർട്ടിക്കലായിട്ടല്ല എടുത്തത്. അപ്പോൾ എടുക്കുന്ന സാധനം പക്കയായിരിക്കും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ റീല് കണ്ടവർ കുറേ പേര് പറയുന്നുണ്ട് നല്ല പേരാണ്, അതായത് നല്ല നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചായിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പോസിറ്റീവ് പറയുന്നവരോട് എന്തെങ്കിലും പോസിറ്റീവ് കമൻറ്റ് പറയുന്ന ആൾക്കാർ എന്താ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും പോസിറ്റീവ് പറയാം. പോസിറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത്, പോസിറ്റീവ് കമൻറ്റ് പറയുന്ന ആൾക്കാർ ആളാ അടിപൊളിയായിട്ടാ, അതിനർത്ഥം എന്താ? പോസിറ്റീവാണ് 2 ഉദ്ദേശം അല്ലേ? അപ്പം ഞാനങ്ങനെ കമൻറ്റിനോട് പ്രതികരിക്കുന്ന ആളല്ല ബ്രോ. നമ്മൾ നെഗറ്റീവാണെങ്കിൽ പോസിറ്റീവാണ്, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളോട് ഇഷ്ടപ്പെട്ടില്ല അവർ കമൻറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ അക്കൗണ്ട് കയറി നോക്കി നമുക്കൊരു ഒരു വ്യൂ കിട്ടിയിട്ടല്ല അവർ കമൻറ്റ് ചെയ്യുന്നത്, അത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നത്. ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഇങ്ങനെ അത് വെച്ചിട്ടാണ് രേണു മാർക്കറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇപ്പം രേണു എന്ന് പറയുന്നത് ദാസേട്ടൻ്റെ ഫ്രണ്ടാണ്, റീല് അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തമ്മിൽ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമൻസിന് അവരോട് എന്താ റീപ്ലൈ, എന്താ പറയാനുള്ളത്? ഞാൻ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല ബ്രോ. രേണു ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് രേണു അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ അവളും ചെയ്യുന്ന എങ്ങനെയല്ല ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അവരെ ഇൻഡിവിജ്വലായിട്ടുള്ള, അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അവളോട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി.